ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് തിരുപ്പതി വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ലാസ്റ്റ് വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ അതൊന്ന് കണ്ടിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഇൻഫർമേഷൻസും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് തിരുപ്പതിയിൽ പോകണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊന്നും കാര്യമായിട്ടൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തനിയെ ബുക്ക് ചെയ്ത് പോകാനായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പോകാൻ തുടങ്ങിയത് ഇപ്പം 4 വർഷമായിട്ട് പോകുന്നുണ്ട്. ഇത് ഞാൻ 4 വർഷം എനിക്ക് മുടങ്ങാതെ പോകാനും സാധിച്ചു. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സാധിച്ചു തരും എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇതിനു മുന്നേ എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കേരളത്തിലായിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ 2022 ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് അധികം ദൂരമില്ല തിരുപ്പതിക്കുന്ന് മനസ്സിലാക്കിയപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ മോളുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ, രണ്ടാമത്തെ പിറന്നാളിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ ആ ഒരു ഡേറ്റ് നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. അന്ന് തന്നെ ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടി. ഓൺലൈനായിട്ട് ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പോയി തൊഴുതു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വീണ്ടും അവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എന്തായാലും വരും. നമ്മളധികം വൈകാതെ തന്നെ അവിടെ തിരിച്ചു വരും. ഭഗവാനെ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അങ്ങനെ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യവും കൂടെ ഭഗവാൻ തരും. പിന്നെ തിരുപ്പതി പോയി തൊഴുമ്പോൾ നമ്മളവിടെ പോയി തൊഴുതു എന്നതിനല്ല പ്രാധാന്യം. നമുക്കവിടെ പോയി തൊഴാൻ സാധിച്ചു എന്നതാണ് അതാണൊരു സത്യം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. ഭഗവാൻ നമ്മളവിടെ വരണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതാണ് വിശ്വാസവും എല്ലാവരുടെയും അനുഭവവും. എനിക്കും അത് തന്നെയാണ് അനുഭവം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൊഴുതു എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് കിട്ടിയതും ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കോട്ടേജാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് തിരുമലയിലേക്ക്, അതായത് തിരുപ്പതി ടൗണാണ് താഴെ, തിരുമലയാണിത്. മലയുടെ മുകളിൽ അമ്പലം ഇരിക്കുന്ന സ്ഥലം തിരുമല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തിരുമലയിൽ ഞങ്ങൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അതും നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന രീതിയാണ് എനിക്കറിയാവുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ബുക്ക് ചെയ്യേണ്ടത്, അതെല്ലാം ഞാൻ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അന്നപ്രസാദം അവിടെ വലിയ ഒരു ബിൽഡിങ്ങാണ്. അതിൽ 3-4 ഹോളുകളുണ്ട്. ഹോളുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള, എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും വലിയൊരു ഹോളാണ്. അപ്പോൾ അവിടെ നമുക്കങ്ങനെ ക്യൂ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ക്യൂവിൽ നിന്നിട്ട് അയ്യോ ഇത്രയും വലിയ ക്യൂ ആണല്ലോ എന്ന് കണ്ടിട്ട് നിങ്ങൾ കയറാതിരിക്കരുത്. ക്യൂ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കഴിക്കാൻ പറ്റും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഇത് പൊങ്കലിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ 10:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. 10:30 തൊട്ടിട്ട് ലഞ്ചാണ്. അപ്പോൾ നമുക്ക് 4 മണി വരെയാണ് ലഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 മണിയാകുമ്പോൾ ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. 5 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 10 മണി വരെ ഉണ്ടാവും രാത്രി. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ടൈമിംഗ് വരുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. രാവിലെ ഞങ്ങൾ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് റവ വെച്ചിട്ടൊരു പൊങ്കൽ പോലെ ഒരു സംഭവമാണ്. ഉപ്പുമാവല്ല, ഒരു പൊങ്കൽ പോലെയാണ്. ചട്നി പിന്നെ സാമ്പാർ അത് കഴിഞ്ഞ് വന്നു. ഞാൻ സാമ്പാറിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അന്നപ്രസാദം ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു ഭാഗത്തേക്കാണ് ഇറങ്ങുക. അപ്പോൾ ചെരുപ്പൊക്കെ റൂമിൽ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം വേറെ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ അവിടെ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം വേറെയാണ് അന്നപ്രസാദം ഹാളിൽ നിന്ന്. പിന്നെ പോയി നമ്മൾ ചെരുപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ അകത്ത് പോയിട്ട് നമ്മൾ ഈ ലഡ്ഡു വാങ്ങിക്കുന്ന കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ലഡ്ഡു വാങ്ങിച്ചു. ഇതിൻ്റെ ഈ മതിലിൻ്റെ ഉള്ളിലാണ് കേട്ടോ ക്ഷേത്രം ഇരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. നമ്മൾ ക്യൂ നിന്ന് വരുന്ന ആ ഭാഗത്തേ ഉണ്ടാവുള്ളൂ, നമുക്കങ്ങനെ വരാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ നടക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുഷ്കരണി തീർത്ഥമാണ്. അപ്പോൾ അവിടെയുമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അത് നമ്മൾ ഇവിടെ വന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യഥേഷ്ടം നമുക്ക് ഇവിടെയൊക്കെ നടക്കാം.
അപ്പോൾ ഞങ്ങൾ ലഡ്ഡു വാങ്ങിച്ചു. ലഡ്ഡു വാങ്ങിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കൗണ്ടർ ഉണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തു എന്നാണ് വിചാരിച്ചത്, പക്ഷേ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് ഇവിടുത്തെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, ഈ ചന്ദനത്തിരി അങ്ങനെയൊക്കെ. അപ്പോൾ അതെല്ലാം വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന മാതിരത്തെയാണ്. നമുക്ക് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം നമുക്ക് എന്തോ ഈ സഫോക്കേഷൻ മാതിരിയൊക്കെ തോന്നൂലേ, അങ്ങനത്തെ ഒരു സംഭവമില്ല കേട്ടോ. ഞാനിവിടെ പോയ സമയം തൊട്ടിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് കരുതി വാങ്ങിക്കും. ഒരു 5-6 പാക്കറ്റെങ്കിലും ഞാൻ ചന്ദനത്തിരി വാങ്ങിക്കും. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും കൂടുതൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. 2 ഫ്ലേവറിലാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഈ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളത് പറയാം കേട്ടോ. നമുക്ക് TTD ദേവസ്ഥാനംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കുറേ ആപ്പ് വരും. അതിൽ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതായത് ഭഗവാന്റെ നാമം, ഭഗവാന്റെ പൊട്ടുണ്ടല്ലോ, അതിൻ്റെ പിക്ചറുള്ള ആ ഒരു ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ പിക്ചറിൽ കാണുന്നത് അത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലുള്ള സർവീസസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ എൻട്രി ആണോ ബുക്ക് ചെയ്യേണ്ടത്, എന്താണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്പെഷ്യൽ എൻട്രി ദർശൻ എന്ന് പറഞ്ഞാൽ ഒരു 300 റുപ്പീസാണ് ഒരാൾക്കാവുക. അപ്പോൾ അത് ബുക്ക് ചെയ്യാനായിട്ട് ഒരു സമയമുണ്ട്. ആ ടൈം നമുക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇത് ആപ്പ് ത്രൂ ചെയ്യാം, അതല്ലാതെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് ചെയ്യുന്നതും ഫോണിൽ ചെയ്യുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് വളരെ ഒരു 10 മിനിറ്റ്സിൽ തന്നെ മൊത്തം ഒരു മാസത്തേക്കുള്ളത് ബുക്കിംഗ് തീർന്നു പോകും. അപ്പോൾ നമ്മളെ എപ്പോഴും ഏറ്റവും ഫാസ്റ്റ് ഒരു സെക്കൻഡ് പോലും കളയാതെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഫോൺ തന്നെയാണ് നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, ഇപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മളുള്ളത്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും എന്തായാലും. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ എപ്പോഴും ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ സ്പെഷ്യൽ എൻട്രി ദർശൻ എടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ സെയിം ഡേറ്റ് തന്നെയാണ് അക്കോമഡേഷനും വരിക. അപ്പോൾ എല്ലാ മാസവും 24-ാം തീയതി ആണ് നമുക്ക് ഈ സ്പെഷ്യൽ എൻട്രി ദർശൻ ബുക്ക് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് വരാം. അത് രാവിലെ 10 മണിക്കാണ്. ഇനി എന്തെങ്കിലും ഡേറ്റിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണിക്കും. അപ്പോൾ 24, 25 വരാറ്. എല്ലാ മാസവും 24-ാം തീയതിയാണ് അത് ഓപ്പൺ ആവാറ്. അത് കറക്റ്റ് 10 മണിക്ക് തന്നെ നമ്മളത് ചെയ്യാം. ഒരു 10:15 10:05 എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ആ സ്ലോട്ട് മൊത്തം തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഇരിക്കുക. ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ, വേഗം കഴിയും. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ആധാർ കാർഡ് എടുത്ത് കയ്യിൽ വെക്കണം, ആധാർ നമ്പർ കൊടുക്കണം, അതിലുള്ള പേര് കൊടുക്കണം, പിന്നെ നമ്മൾ എത്ര പേരുണ്ട് അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുക്കണം, ഈ ആധാർ നമ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസയും കൂടെ ഉണ്ടാവണം. അതായത് 300 റുപ്പീസാണ് പെർ ഹെഡ് വരിക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വേണ്ട. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവർ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം 3 മണിക്കാണ് നമ്മുടെ അവിടുത്തെ അക്കോമഡേഷൻ ഓപ്പൺ ആവാം. അപ്പോൾ അതും കറക്റ്റ് 3 മണിക്ക് തന്നെ നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ എൻട്രി ദർശൻ അല്ലെങ്കിൽ എന്ത് ദർശനാണോ അത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തിരുപ്പതിയിലും തിരുമലയിലും അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് നമ്മളതിൽ ഓൾറെഡി ഉണ്ടല്ലോ, അതിലേക്കങ്ങ് പൊക്കോളും. നമ്മൾ അക്കോമഡേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് പ്രത്യേകിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പൊക്കോളും. അപ്പോൾ നമ്മൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് തിരുമല, തിരുപ്പതി എന്നൊക്കെ കാണിക്കും. ഈ തിരുമല എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്, ആ തിരുമലയിൽ തന്നെയാണ്. തിരുപ്പതി എന്ന് പറഞ്ഞാൽ താഴെ ടൗണിലാണ്. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയാണ് അക്കോമഡേഷൻ കിട്ടുക, മലമുകളിലല്ല. അപ്പോൾ തിരുമല എന്ന് ബുക്ക് ചെയ്താൽ മാത്രമാണ് മേളിൽ കിട്ടുക. പിന്നെ റൂമിൻ്റെ റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. AC, നോൺ AC 100 രൂപ മുതൽ റൂംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 100 രൂപ മുതൽ എന്ന് പറയുമ്പം അത്ര മോശമാണെന്നൊന്നും
എന്നൊന്നും വിചാരിക്കരുത്. വളരെ നീറ്റായിരിക്കും, വളരെ ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ സൗകര്യങ്ങൾ അതനുസരിച്ചേ ഉണ്ടാവുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇത്തവണ 1500 രൂപയുടെ ഒരു റൂമാണ്. ഞങ്ങൾ 1000 രൂപയുടെ റൂമാണ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത്. എ സി റൂം ആണത്. നോൺ എ സി ആണോ എ സി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 1000 രൂപയുടെയാണ് ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. പക്ഷേ അത് ഒട്ടും ബുക്കിംഗ് ആവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം സ്ലോട്ട് എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. അപ്പം തന്നെ ഞാനത് മാറ്റി എ സി 1500 ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ബുക്കിംഗ് ആയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റിയത്. ഞങ്ങൾ താമസിച്ച റൂമാണ് ഈ കാണുന്നത് മുകളിൽ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് ആ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ കൊടിമരം കാണാൻ പറ്റും കേട്ടോ. അത് തന്നെ എനിക്ക് ഭയങ്കര, അത്രയും സമയം നമുക്ക് അവിടെ ചിലവഴിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. എനിക്ക് അത്രയേ പറയാനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കരുതി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അവിടെ എത്ര സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റുമോ അത്ര സമയം നമ്മൾ ചിലവഴിക്കുക. തൊഴുത് കഴിഞ്ഞ് ഓടി ഇങ്ങോട്ട് പോരരുത് കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരിക്കുക. അന്ന് തന്നെ പോരുവാണെങ്കിൽ പോലും അവിടെ കുറച്ച് നേരം ഇരിക്കുക, റിലാക്സ് ചെയ്യുക. അവിടുത്തെ പോസിറ്റീവ് എനർജി ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അല്ലാതെ ഓടിപ്പോയിട്ട് ഓടി ഇങ്ങോട്ട് പോരരുത്. ശരിക്കും നമ്മുടെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെ നിന്ന് അനുഭവിച്ച് അറിയാൻ പറ്റും. നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ അവിടെ നിന്ന് കിട്ടുന്നൊരു വൈബ്രേഷൻ, ആ സെയിം വൈബ്രേഷനാണ് എനിക്ക് ഇവിടെ നിന്നും കിട്ടാറ് കേട്ടോ. വേറെ എവിടെ പോയിട്ടും എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടാറില്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണേ. ചിലപ്പോൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു അത്രയും ഗുരുവായൂരപ്പനെ അത്ര സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ഇത് ഗുരുവായൂരപ്പനും വെങ്കടേശ്വരനും ഒക്കെ ഒരാൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ആ ഒരു ഡേറ്റ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് കറക്റ്റായിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് അവിടെ പോകാൻ പറ്റും. പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കയ്യിലെടുത്ത് വയ്ക്കുക. ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ആധാർ കാർഡ് എല്ലാവരുടെയും കയ്യിൽ വേണം. നമ്പർ അന്വേഷിച്ച് അന്നേരം പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എത്ര പേരാണോ പോകേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് എടുത്തു വയ്ക്കുക. പിന്നെ ഏതൊക്കെ ഡേറ്റിനാണോ നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡേറ്റ് മാത്രം കയ്യിൽ പിടിക്കരുത്. ഒരു രണ്ടോ മൂന്നോ ഡേറ്റ് നമ്മൾ മനസ്സിൽ കരുതുക. അപ്പോൾ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ചിട്ട് നമ്മുടെ കൂടെ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കൂടെ ചോദിച്ചിട്ട് അവരുടെ ഡേറ്റ്സും എല്ലാം നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് 1-2 ഡേറ്റ്സ് എങ്കിലും എടുത്തു വയ്ക്കുക. എന്നാൽ മാത്രമാണ് ഒരു ഡേറ്റിൽ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ടൈം പെട്ടെന്ന് തന്നെ ആ ചെറിയൊരു സമയത്ത് തന്നെ ഇതെല്ലാം പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അത് ബുക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ 4 പ്രാവശ്യം ഞങ്ങൾ പോയതിൽ 3 പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത് തന്നെയാണ് പോയത്. അതിലൊരു പ്രാവശ്യം ഞങ്ങൾ സർവദർശൻ വഴിയാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തൊന്നും പോകാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർവദർശൻ വഴി പോവാം. സർവദർശൻ വഴി പോകുന്നത് സർവദർശനിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് ക്യൂ നിൽക്കാം. ഒരു ബുക്കിംഗ് ഒന്നും വേണ്ട. പക്ഷേ അത് എത്ര സമയമാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സർവദർശൻ്റെ ടോക്കൺ കിട്ടും. അത് താഴെ തിരുപ്പതിയിൽ കിട്ടും, തിരുമലയിലും കിട്ടും. തിരുമലയിൽ നിന്നും തിരുപ്പതിയിൽ നിന്ന് രണ്ടിടത്തുനിന്നും എടുക്കാം. പക്ഷേ തിരുമലയിൽ നിന്ന് എടുക്കുന്നതിലും തിരുപ്പതിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മിക്കവാറും നമ്മൾ താമസിക്കുന്നത് തിരുമലയിലായിരിക്കും, അല്ല തിരുപ്പതി ടൗണിലായിരിക്കുള്ളൂ ബുക്കിംഗ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ. തിരുമലയിൽ പോയിട്ട് നമ്മൾ ടോക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണ് സ്ലോട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും തിരിച്ചു പോരേണ്ടി വരും. അതിലും നല്ലത് ഈ ടൗണിൽ നിന്ന് അവിടെ വിഷ്ണുപാദം കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ 1-2 കോംപ്ലക്സും കൂടെ ഉണ്ട് ഇതിന്. ശ്രീനിവാസ കോംപ്ലക്സ്, വിഷ്ണുപാദം കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നെറ്റിൽ നോക്കിയാൽ മതി. അതിൻ്റെ ടൈമിങ്സ് വ്യത്യാസം വരും. തിരക്കും കാര്യങ്ങളും അനുസരിച്ച് ടോക്കൺ കൊടുക്കുന്നത്. അവിടെ നിന്ന് പോയിട്ട് ക്യൂ നിന്ന് ടോക്കൺ എടുത്തിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ആ ടോക്കൺ അനുസരിച്ചിട്ട് നമുക്ക് ടൈം തന്നിട്ടുണ്ടാവും. അതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ അവിടെ മലമുകളിൽ എത്തിയാൽ മതി, തിരുമലയിൽ എത്തിയാൽ മതി. പിന്നെ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്ക് നമ്മളെ കയറ്റി വിടുമെന്നൊന്നുമില്ല. നമ്മൾ 10 മണിക്ക് ചെന്നാലും നമ്മളെ കയറ്റി വിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ട്രെയിനിൻ്റെ സമയമൊക്കെ
അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തുക. കാരണം നമ്മളെ ഉറപ്പായിട്ടും കയറ്റി വിടും. ടൈം നോക്കി നമ്മളെ അവിടെ നിർത്തില്ല. 3-4 മണിക്കൂർ മുമ്പ് ചെന്നാലും നമ്മളെ വിടും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വയ്ക്കുക. പിന്നെ അവിടെ ട്രഡീഷണൽ ഡ്രസ്സിലാണ് നമ്മളെ കയറ്റി വിടുള്ളൂ കേട്ടോ. അതായത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചുരിദാർ ഇടുവാണെന്നുണ്ടെങ്കിൽ ഷോള് എന്തായാലും വേണം. ലേഡീസിന് ഷോള് വേണം. ചെറിയ കുട്ടികളാണെങ്കിലും വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഓക്കെ, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പട്ടുപാവാടയാണെങ്കിലും ഒരു ഷോളൊക്കെ അവർ നിർബന്ധമാണ് കേട്ടോ. ചെറിയൊരു ഷോള് കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ അവിടെ എന്തായാലും അത് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ദർശൻ അകത്തേക്ക് കയറ്റി വിടാതെ അവർ വെക്കും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പിന്നെ കടകളിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരേണ്ടി വരും. അതിൽ നല്ല നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഷോള് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ കയ്യിലെടുക്കുക. അപ്പോൾ അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും അവിടെ ധൈര്യമായിട്ട് ബുക്ക് ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം കേട്ടോ. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരുപ്പതിയിൽ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും കയറിയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് PS4 എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ആന്ധ്ര മീൽസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഒരു ആന്ധ്ര മീൽസും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത് PS4. ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് ചുറ്റി കണ്ടിട്ട് ഒരു സ്ഥലത്ത് കയറാമെന്ന് പറഞ്ഞാൽ അങ്ങ് റാൻഡംലി കയറിയതാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ വരും. ഇത് പരിപ്പ് പൊടിയും നെയ്യുമാണ് കേട്ടോ. ആന്ധ്ര സ്പെഷ്യലാണ്. തമിഴ്നാട്ടിലും പല റെസ്റ്റോറൻറ്റിലും കിട്ടും. പക്ഷേ ആന്ധ്രയിലെ പരിപ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പരിപ്പ് പൊടിയും ഇഡ്ഡലിയുടെ പൊടിയും വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അമ്പലത്തിൽ നിന്നും പിന്നെ തിരുപ്പതിയിൽ നിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്യാം. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അതുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കാണുന്നവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിക്കുക കേട്ടോ. നമ്മുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് തീർച്ചയായിട്ടും സാധിച്ചു വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.